SSLC +1 ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച യോഗം ഇന്നാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ അധ്യാപകരുടെ പങ്ക് കണ്ടെത്താൻ വകുപ്പുതല അന്വേഷണം ഉൾപ്പെടെയുള്ളവയിൽ തീരുമാനമെടുക്കും. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയ പോലീസ് ആരോപണം നേരിടുന്ന യൂട്യൂബ് ചാനലിന്റെ ഉള്ളടക്കം പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. അതിനിടെ MS സൊല്യൂഷൻസ് യൂട്യൂബ് സ്ട്രീമിംഗ് നിർത്തിയിരിക്കുകയാണ്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, എന്തിനാണ് സാധ്യത? ഒരു വകുപ്പുതല അന്വേഷണത്തിനൊക്കെ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായും ഒരു വകുപ്പ് തല അന്വേഷണത്തിന് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനകം തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ചും ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്ന അധ്യാപകരുൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടുകൂടിയാണ് ഈ സ്വകാര്യ കോച്ചിങ് സെൻ്ററുകൾക്ക്, ട്യൂഷൻ സെൻ്ററുകൾക്ക് അല്ലെങ്കിൽ ഈ ഓൺലൈൻ ചാനലുകൾക്കൊക്കെ ഇത്തരത്തിൽ ചോദ്യപേപ്പർ കിട്ടുന്നതെന്ന ആരോപണം ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ വർഷത്തെ ചോദ്യപേപ്പർ തയ്യാറാക്കിയത്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് അടക്കമുള്ള വിഷയങ്ങളുടെ ചോദ്യപേപ്പർ തയ്യാറാക്കിയത് പുത്തൻ പാറ്റേണിലായിരുന്നു. ആ പാറ്റേണിൽ പോലും വന്ന ചോദ്യങ്ങൾ അതേപടി ഈ MS സൊല്യൂഷൻസിൻ്റെ ഈ പരീക്ഷ പ്രഡിക്ഷൻസ് എന്ന പേരിലുള്ള അവലോകനത്തിൽ, ചോദ്യപേപ്പർ അവലോകനത്തിൽ എത്തിയതാണ് കൂടുതൽ ഈ ചോർച്ച ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള കാരണം. കഴിഞ്ഞ ഓണപരീക്ഷയിലടക്കം ഇത്തരത്തിൽ MS സൊല്യൂഷൻസ് ചോദ്യപേപ്പർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ആരുടെയെങ്കിലും സഹായം കൃത്യമായി ഇയാൾക്ക് കിട്ടിയിരിക്കാം എന്ന നിഗമനം തന്നെയാണുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൃത്യമായൊരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമെന്ന് നമുക്ക് കരുതാൻ കഴിയുന്നത്. കഴിഞ്ഞ ഓണപരീക്ഷയ്ക്കും ഇതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർത്തുകയും താമരശ്ശേരി DO കോഴിക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ഇതിലൊരു സമഗ്രമായ അന്വേഷണം നടന്നിരുന്നില്ല എന്നതാണ് നമുക്ക് വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സമാനമായ രീതിയിൽ ഇതേ MS സൊല്യൂഷൻസ് തന്നെ ചോദ്യപേപ്പർ ചോർത്തുകയും ചെയ്തു. എന്തായാലും നിരവധി പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് റൂറൽ പോലീസ് ഇതിനകം അന്വേഷണം ആരംഭിച്ചു. MS സൊല്യൂഷൻസിനെതിരെ അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ചാനലിൻ്റെ ഉള്ളടക്കം പരിശോധിക്കും. ഈ പ്രഡിക്ഷൻസ് എന്ന പേരിൽ പുറത്തു വന്ന ഈ പരീക്ഷാ ചർച്ചയിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നത്, ഇതേ ചോദ്യങ്ങൾ അതേപടി തന്നെ ചോദ്യപേപ്പറിൽ ആവർത്തിച്ചു എന്നതാവും ആദ്യം പരിശോധിക്കുക. ഈ പരിശോധനയ്ക്ക് ശേഷമാവും MS സൊല്യൂഷൻസിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. എന്തായാലും MS സൊല്യൂഷൻസ് ഇന്നലെ മുതൽ തന്നെ പൂട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇന്നലെ രാത്രി ഈ സൊല്യൂഷൻസിൻ്റെ ഉടമ ഷുഹൈബ് അവരുടെ വീഡിയോ ഒരെണ്ണം പുതുതായി പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ പറയുന്നത് ഈ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലികമായി വീഡിയോകൾ സ്ട്രീം ചെയ്യുന്നത് നിർത്തിവെക്കുന്നു എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് MS സൊല്യൂഷൻസിനെതിരെ മാത്രം അന്വേഷണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്കെതിരെ മാത്രം വിവാദം എന്ന തരത്തിലൊക്കെയാണ് അയാൾ ഇപ്പോഴും പോസ്റ്റിൽ പറയുകയും ചെയ്യുന്നത്. എന്തായാലും താൽക്കാലികമായി സംപ്രേഷണം നിർത്തിവെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഇയാളെ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത പരീക്ഷകൾക്ക് മുമ്പായി ഇത്തരം ചർച്ചകൾ, പരീക്ഷാ ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മനസ്സിലാവുന്നു. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി സംപ്രേഷണം അവസാനിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ഈ അശ്ലീല ഉള്ളടക്കം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ ചാനലിലെ ഈ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സ്ട്രീമിങ്ങിൽ അശ്ലീല ഉള്ളടക്കമുണ്ട് എന്നൊക്കെ അടക്കമുള്ള AYFിൻ്റെയും ആരോപണം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ആരോപണത്തിൻ്റെ പിൻബലത്തിൽ, അല്ലെങ്കിൽ ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം അശ്ലീല ഉള്ളടക്കമുണ്ടോ എന്ന പരിശോധനയും പോലീസ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിലെ പരിശോധനകൾക്ക് ശേഷമാവും ഈ ചാനലിൻ്റെ അധികൃതരെയും ജീവനക്കാരെയും ഒക്കെ വിളിച്ച് നേരിട്ട് മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. എന്തായാലും അതീവ ഗൗരവതരമായി തന്നെയാണ് സർക്കാർ ഈ ഘട്ടത്തിൽ ഇത് കാണുന്നത്. കാരണം വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഒപ്പം ഈ ചോദ്യപേപ്പർ ചർച്ചയിൽ വന്ന ചോദ്യങ്ങൾ അതേപടി ചോദ്യപേപ്പറിൽ വരികയും ചെയ്തിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് യോഗം നടക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും മറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർമാരടക്കമുള്ളവർ. കാരണം ഈ ആരോപണ വിധേയമായ സ്ഥലം കൊടുവള്ളിയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു ഓൺലൈൻ ചാനലാണ് ഇപ്പോൾ MS സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഒപ്പം മുമ്പും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ ചോർച്ച ആരോപണം മറ്റ് നിരവധി ഓൺലൈൻ ചാനലുകൾക്കെതിരെ ഉയർന്നിരുന്നു. ഇത്തരം സ്ഥാപനങ്ങളിൽ പലയിടങ്ങളിലും പരിചയസമ്പന്നരായ അധ്യാപകർ, സർക്കാർ അധ്യാപകർ തന്നെ ജോലി ചെയ്യുന്നുവെന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ നടക്കുമെന്ന് നമുക്ക് കരുതാം. അശ്വതി. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും.